ഹലോ, ഇപ്പൊ ചക്കക്കുരു കിട്ടിയിട്ടുണ്ട് കേട്ടാ. ചക്കക്കുരു ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് ബ്രൗൺ കളറിലെ തൊലിയൊന്നും കളഞ്ഞിട്ടില്ല. അത് കളയേണ്ട ആവശ്യമില്ല. ഇത് ഞാൻ കടലമാവ് വെച്ചിട്ട് ഒരു ബജ്ജി ഉണ്ടാക്കാൻ പോണേ കേട്ടാ. അപ്പൊ അതെങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഞാൻ ഈ ചക്കക്കുരു ഒന്ന് കുക്കറിലിട്ടിട്ട് നമുക്ക് പുഴുങ്ങിയെടുക്കാം. ഉപ്പിട്ടിട്ട് പുഴുങ്ങിയെടുത്തിട്ട് വരാം കേട്ടാ. ഞാനിവിടെ കടലമാവ് എടുത്ത് വെച്ചിട്ടുണ്ട്. ആ കടലമാവിലേക്ക് ഞാൻ കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, വേപ്പില, ഒരു പച്ചമുളക്, കുറച്ച് സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്തിട്ട് ഞാൻ ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ. അപ്പൊ നമ്മുടെ ചക്കക്കുരു ഇവിടെ എല്ലാം നല്ലോണം നല്ല വെന്ത് നല്ല പഞ്ഞു പോലെ ആയിട്ടുണ്ട് കേട്ടോ. നല്ല ചൂടുണ്ട്. നല്ല ചക്കക്കുരുവാണ് കേട്ടോ. നല്ല പഞ്ഞു പോലെ വേഗണ ചക്കക്കുരുവാണ് കണ്ടതേ. കണ്ടാ. അപ്പൊ ഞാനിത് നല്ല കൈ വെച്ച് ചക്കക്കുരു ഈ സവാളയും എല്ലാം കൂടി ഒന്ന് കൈ വെച്ച് കുഴച്ചിട്ട് വരാം കേട്ടോ. അപ്പൊ കടലമാവും സവാള അരിഞ്ഞതും പച്ചമുളകും വേപ്പിലയും ഇത്തിരി മുളക് പൊടി, ഒരിത്തിരി മഞ്ഞൾപ്പൊടി, ഉപ്പൊക്കെ ഇട്ടിട്ട് ഞാൻ ചക്കക്കുരു ചേർത്ത് നന്നായിട്ട് ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമുക്കിത് ബജി ഉണ്ടാക്കാം. ചക്കക്കുരു ബജി നല്ല ടേസ്റ്റുള്ള ബജിയാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കണം കേട്ടോ. അപ്പം ഞാനൊരു പാൻ ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ബജി ഉണ്ടാക്കാം. നമുക്ക് അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് ഞാൻ ചെറിയ ചെറിയ ബോളായിട്ട് മറിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ബജി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിതെല്ലാം കോരിയെടുക്കാം. അപ്പം നമ്മുടെ ചക്കക്കുരു ബജി ഇവിടെ റെഡിയായി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം.